നമസ്തേ. രാമായണ വ്യാഖ്യാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനയാത്രയ്ക്ക് പുറപ്പെട്ട് കൂടെയുള്ള തൻ്റെ പിന്നാലെ അലമുറയിട്ടിട്ട് കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് വന്നിട്ടുള്ള ആ പുരവാസികളെയൊക്കെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരെ കബളിപ്പിച്ചെന്ന് വേണേൽ പറയാം. മുന്നോട്ട് പോയി ഗംഗയൊക്കെ കടന്ന് ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തി. ഭരദ്വാജ മഹർഷിയൊക്കെ കണ്ട് ആശീർവാദമൊക്കെ വാങ്ങി അവസാനം അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, അവർക്ക് വസിക്കാൻ വേണ്ടിയിട്ട് ആ 3 പേർക്കും വസിക്കാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, യുക്തമായിട്ടുള്ളൊരു സ്ഥലം വാൽമീകി മഹർഷിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശത്ത് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വർണ്ണനയുണ്ട്. നാനാ ഋതുക്കളിൽ പൂക്കുന്ന കായ്കനികൾ ഒരേ സമയം, പല ഋതുക്കൾ ഉണ്ടാവണമായിരിക്കും, പക്ഷേ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അതൊക്കെ ഒരുപോലെ ഒരേ സമയത്ത് പൂത്ത് നിന്നിട്ടുണ്ട്. അലൗകികമായിട്ടുള്ള കാഴ്ച എന്ന് സാരം. സാധാരണ കാണുന്ന കാഴ്ചകൾക്കും അപ്പുറമുള്ളത്. നാനാതരത്തിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ജീവജന്തുക്കൾ ഒക്കെ സമ്മേളിച്ചിട്ടുള്ള സ്ഥലം. വൃക്ഷലതാദികളൊക്കെ വളരെ സമ്പന്നമായിട്ട് പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ആ വാൽമീകി ആശ്രമത്തിൽ ഇവർ പ്രവേശിച്ചപ്പോൾ വാൽമീകി മഹർഷി 3 പേരെയും യഥാവിധി സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രസ്വാമി ആ സാക്ഷാൽ നാരായണൻ തന്നെ ഭൂമിയിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു, ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, അങ്ങ് എല്ലാ ഗുണങ്ങൾ കൊണ്ടും യുക്തനാണ്, എല്ലാ ഗുണങ്ങളും അങ്ങിലുണ്ട്, എന്നാൽ അങ്ങ് നിർഗുണനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ അദ്ദേഹം ധാരാളമായിട്ട് സ്തുതിച്ചു. അവസാനം ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, അല്ലയോ ഋഷീശ്വര, ഞങ്ങളിവിടെ വന്നിട്ടുള്ളതിൻ്റെ കാരണം അങ്ങേക്കറിയാം. പിതാവിൻ്റെ ആജ്ഞയാലാണ് ഞങ്ങൾ 3 പേരും കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് വന്നിട്ടുള്ളത്. ദിവ്യചക്ഷുസുള്ള അങ്ങേക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ലോകക്രമത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 3 പേർക്കും വസിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സ്ഥലമാണോ ഏറ്റവും യുക്തമായിട്ടുള്ളത് ആ സ്ഥലം അങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ വാൽമീകി മഹർഷി താടിക്ക് കൈവച്ചു പോയി. എന്താ കാര്യം? അല്ലയോ ഭഗവാനെ, സർവ്വ ജഗത്തിലും അങ്ങ് വസിക്കുന്നുണ്ട്, സർവ്വ ജഗത്തും അങ്ങിലാണ് വസിക്കുന്നത്. നേരെ തിരിച്ചുകൊണ്ട് അങ്ങോട്ട് വസിക്കൽ മാത്രമല്ല, അത് ഭഗവാനിൽ വസിക്കൽ കൂടിയാണ്. രണ്ടുമുണ്ട്. ഈ സർവ്വ ജഗത്തും അങ്ങിൽ വസിക്കണു, അങ്ങാണെങ്കിൽ ഈ സർവ്വ ജഗത്തിലും വസിക്കുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് ഞാൻ എങ്ങനെയാണ് ഒരു സ്ഥലം പറഞ്ഞു തരാം? പക്ഷേ അങ്ങ് ചോദിച്ചത് കൊണ്ട് മാത്രം ലോകർക്ക് മനസ്സിലാവാൻ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. എന്നിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ജന്തുക്കളിൽ ദ്വേഷഹീനനായിട്ട്, അവരെ ദ്വേഷിക്കാണ്ട് ഉപദ്രവിക്കാണ്ട് അങ്ങയുടെ ഭക്തിയിൽ നിരതരായിട്ടിരിക്കുന്നവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് ഏറ്റവും യുക്തമായിട്ടുള്ള സ്ഥലമാണ്. നിത്യധർമാധർമ്മങ്ങളൊക്കെ വിട്ടിട്ട്, എല്ലാ ദ്വന്ദ്ഭാവങ്ങളെയും വിട്ടിട്ട്, ധർമ്മം അധർമ്മം സത്യം അസത്യം ഇതിനൊക്കെ അപ്പുറത്ത് പരിപൂർണ സമർപ്പണത്തോടെ അങ്ങയുടെ ഭക്തിയിൽ മുഴുകിക്കഴിയുന്ന സാധുക്കളുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മന്ത്രത്തിൽ, അങ്ങയുടെ നാമജപത്തിൽ സദാ നിരതരായിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സ് അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. ലൗകികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വെടിഞ്ഞ് അഹങ്കാരമില്ലാണ്ട് നിർദ്വന്ദ്വരായിട്ടിരിക്കുന്നവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. നിർദ്വന്ദ്വർ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് താൻ വേറിട്ടവനല്ല എന്നുള്ള ബോധ്യത്തെ എത്തിച്ചേർന്നിട്ടുള്ളവൻ, ആ ബോധ്യത്തെ അനുഭവിക്കുന്നവൻ. അങ്ങനെയുള്ളവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള ഇരിപ്പിടമാണ്. പിന്നെ പറഞ്ഞു, ശാന്തമായിട്ടിരിക്കണവർ, നിരഹങ്കാരികളായിട്ടിരിക്കുന്നവർ, രാഗദ്വേഷങ്ങളൊക്കെ ശാന്തമായിട്ട് അടങ്ങിയിട്ടുള്ള മനസ്സ്, വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സ്. അങ്ങനെയുള്ള മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. മൺകട്ട, കല്ല്, കാഞ്ചനം, സ്വർണം, ഇതിനെ 3നെ ഒരുപോലെ കാണുന്നവൻ, സമഭാവനയോടെ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ്റെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക. ഭഗവാന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ അവൻ്റെ മനസ്സാണ്. എല്ലാറ്റിനെയും ആര് ഒരുപോലെ കാണുന്നു, ഏത് മനസ്സ് എല്ലാറ്റിനെയും ഒരുപോലെ വീക്ഷിക്കുന്നു, ഒരുപോലെ സ്ഥാനം കണ്ടിട്ട് ബഹുമാനിക്കുന്നു, ആ മനസ്സാണ് ഭഗവാനെ അങ്ങേക്ക് ഇരിപ്പിടമായിട്ടുള്ള സ്ഥലം. എന്നിട്ട് പറഞ്ഞു, എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും നിന്നിൽ അർപ്പിച്ച് മനസ്സ് തന്നെ നിന്നിൽ ദത്തമായിട്ടുള്ള മനസ്സ്, നിന്നിൽ സമർപ്പിച്ച മനസ്സ്, അങ്ങനെയുള്ളവൻ്റെ ഉള്ളിൽ ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാണ്ട്, എന്നാൽ അനിഷ്ടം നടക്കുമ്പോൾ അതിൽ അമിതമായിട്ട് ദുഃഖിക്കാണ്ട് സ്ഥിരതയുള്ള മനസ്സോട് കൂടിയിട്ടുള്ളവൻ, അവൻ്റെ ഉള്ളം ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. സുഖം വരുമ്പോൾ അമിതമായിട്ട് എന്ത് ചെയ്യില്ല, സുഖിക്കില്ല. അത് ഭഗവാൻ തന്നതാട്ടോ. ആ സുഖത്തെ ഭഗവാന് കൊടുക്കും. ദുഃഖം വരുമ്പോൾ ആ ദുഃഖം അതും ഭഗവാന്റെ ഇച്ഛയാണ്.
ആ ഇച്ഛയാണെന്ന് പറയുമ്പോഴും മനസ്സിൽ ബോധ്യം വേണം അത് തൻ്റെ കർമ്മത്തിനനുസരിച്ച് കിട്ടുകയാണ്. അത് ആദ്യം മനസ്സിൽ വേണം. താൻ പൂർവ്വത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതും ഭഗവാന് കൊടുക്കുക. സർവ്വതിനെയും ഭഗവാന് സമർപ്പിക്കുക, തന്നെ സമർപ്പിക്കുക. അങ്ങനെയുള്ളവൻ്റെ മനസ്സ്. എന്നിട്ട് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞു, ഭഗവാനെ, വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം ഇതൊക്കെ ശരീരത്തിന് മാത്രമാണ്. ഏതൊരുവൻ തിരിച്ചറിയുന്നോ ഇത് മനസ്സിനില്ല, ആത്മാവിനില്ല, അങ്ങനെയുള്ളവൻ്റെ മനസ്സ് ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. അവസാനം അങ്ങയുടെ ഭക്തൻ്റെ മനസ്സാണ് അങ്ങേക്ക് ഇരിപ്പിടമായിട്ടുള്ള സ്ഥലം എന്ന് പല തവണ പല ആവർത്തി പറഞ്ഞു വെച്ചിട്ട് ആ ഋഷീശ്വരൻ തൻ്റെ ആത്മകഥയൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അങ്ങനെയുള്ള ആ ആദികവിയെ സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ശ്രീരാമചന്ദ്രസ്വാമിയെ, സീതാസമാരോപിതനായിട്ട് ലക്ഷ്മണാഗ്രജനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ നമസ്കരിച്ചുകൊണ്ട്, ആദികവിയെയും മനസ്സിൽ സദാ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.